പാലക്കാടിൻ്റെ ഇലക്ഷൻ ഹിസ്റ്ററിയും അതുപോലെ പെർസെൻറ്റേജും എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി രാഹുൽ മാങ്കൂട്ടമാണ്. റെക്കോർഡ് വിജയത്തോടു കൂടിയാണ് രാഹുലിൻ്റെ ഈ ഇലക്ഷൻ വിജയം ഇപ്പം ഹിസ്റ്ററി അതുപോലെ പെർസെൻറ്റേജ് ഇതെല്ലാം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി രാഹുൽ മാങ്കൂട്ടം അല്ലാതെ ആരവിടെ മത്സരിച്ചാലും ഏത് വമ്പനെ കൊണ്ട് നിർത്തിയാലും രാഹുൽ നേടിയ റെക്കോർഡും രാഹുൽ നേടിയ പെർസെൻറ്റേജും രാഹുൽ നേടിയ വോട്ടും ആർക്കും ഇനി കിട്ടാൻ പോകുന്നില്ല. അതിന് ഷാഫി പറമ്പിലിനെ കൊണ്ട് നിർത്തിയാൽ പോലും അവിടെ പാലക്കാട് കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അതൊക്കെ അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാം. അപ്പോൾ അതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പോൾ UDF വൻപിച്ച വിജയത്തോടു കൂടി അധികാരത്തിൽ കയറിയുന്ന നിമിഷമാണ് നമ്മൾ കണ്ടത്. UDFൻ്റെ ഒരു വൻ തിരിച്ചുവരവാണ് നമ്മൾ കണ്ടത്. അപ്പോഴും ആ ഒരു വിജയത്തിൻ്റെ ഒരു മഹിമ തകർത്ത് കളഞ്ഞൊരു സംഭവമാണ് ഈ പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള കടിപിടി. ഒന്നാലോചിച്ച് നോക്കിയേ. ഇനി എന്തൊക്കെ പറഞ്ഞാലും VD സതീശനാണ് അർഹതപ്പെട്ടത് മുഖ്യമന്ത്രി കസേര. അത് വേറെ കാര്യം. കാരണം കഴിഞ്ഞ 5 വർഷം പാർട്ടിക്ക് വേണ്ടി പുള്ളി നടത്തിയ ആ ഒരു പ്രകടനങ്ങളും അത് വെച്ച് നോക്കുകയാണെങ്കിൽ VD സതീശൻ തന്നെയാണ്. അല്ലാതെ ഈ പറഞ്ഞിട്ടുള്ള ഗ്രൗണ്ടിലിരുന്ന് കളി കണ്ട ആളെ പിടിച്ച് മുഖ്യമന്ത്രി കസേര കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് വേറെ കാര്യം. KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവണമെങ്കിൽ കളത്തിലിറങ്ങി കളിക്കട്ടെ, കളിച്ച് ജയിക്കട്ടെ. ജനപിന്തുണയാണ് നോക്കേണ്ടത്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനപിന്തുണയാണ്. അത് വേറൊരു കാര്യം. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം, അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ട് ഇപ്പോൾ പിഷാരടി, ഇപ്പോൾ പാലക്കാട്ടിലെ ജനങ്ങൾ തന്നെ പറയുന്ന കാര്യമാണ്, പിഷാരടി രാഹുലിനെ കടത്തിവെട്ടാൻ പിഷാരടിക്കും കഴിയില്ല, ഇനി വേറെ ആർക്കും കഴിയില്ല എന്നാണ് പാലക്കാട്ടിലെ ജനങ്ങൾ പറയുന്നത്. അപ്പം വീഡിയോ കാണുന്നവരെല്ലാം വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ അത് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കാരണം രാഹുലിൻ്റെ ഒരു തിരിച്ചു വരും. നമുക്കറിയാം, വീഡിയോ കാണുന്നവർക്കറിയാം, രാഹുലുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ തുടങ്ങിയ അന്ന് മുതൽ തന്നെ നമുക്ക് രാഹുലിനെ പൂർണ്ണ പിന്തുണയോടുകൂടി വീഡിയോ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇനിയും രാഹുൽ തിരിച്ചു വരുന്നത് വരെ UDF ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് രാഹുലിനെ തിരിച്ചെടുക്കുന്നത് വരെ രാഹുലിനെ പിന്തുണച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ഓരോ വീഡിയോയും. അപ്പോൾ എന്തായാലും രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകളൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ എനിക്കൊന്ന് ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. അതിൽ പകുതി ആളുകളെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പം പാലക്കാടിലെ ജനങ്ങൾ തന്നെ പറയുന്നൊരു കാര്യമാണ്, പിഷാരടിക്ക് എന്നല്ല, ഇനി ആരെ കൊണ്ട് നിർത്തിയാലും രാഹുലിൻ്റെ റെക്കോർഡ് രാഹുൽ മാത്രമാണ്. അതിനി പൊട്ടിക്കാനെ കൊണ്ട് ഒരാൾ പോലും അവിടെ വരത്തില്ല. ഞാൻ അതിൻ്റെ ആ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞാനിവിടെ വായിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ നിൽക്കുന്ന സമയം തൊട്ടുള്ള 2021 ഷാഫി പറമ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഷാഫി പറമ്പിലിന് എത്ര പെർസെൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി നിന്ന സമയത്ത് എത്ര ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. പിഷാരടിയിലേക്ക് വരുമ്പോൾ ആ ഭൂരിപക്ഷം എത്ര കുറയുന്നു എന്നതുകൂടി ഞാനിവിടെ വായിക്കാം. ഞാൻ സൈഡിൽ വയ്ക്കാം അതിൻ്റെ ഒരു റിസൾട്ട്. അപ്പം വ്യക്തമാവുമെന്ന് അറിയത്തില്ല. അപ്പം ഷാഫി പറമ്പിൽ തൊട്ട് ഞാനിവിടെ ആദ്യം ഷാഫി പറമ്പിലിൻ്റെ ഇലക്ഷൻ റിസൾട്ട് നോക്കാം. 2021 ഷാഫി പറമ്പിൽ പാലക്കാട് നിൽക്കുന്നത്, അവസാനമായിട്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് MP ആയിട്ട് പുള്ളി പോയി. ഓക്കെ, ഷാഫി പറമ്പിൽ അപ്പം അവിടെ അന്ന് എത്ര കാൻഡിഡേറ്റാണ് പാലക്കാട് മത്സരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 5 6 7 പേരാണ് അവിടെ മത്സരിച്ചിട്ടുള്ളത്. അതിൽ ഷാഫി പറമ്പിലിന് കിട്ടിയേക്കുന്ന വോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 54,079 വോട്ടാണ് കിട്ടിയേക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട്. 38% അവിടെ 38.6% വോട്ടുകളാണ് അവിടെ ഷാഫി പറമ്പിലിന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 99.63% നിങ്ങൾ നോക്കിക്കോണം. അത് അടുത്തത് ശ്രീധരന് കിട്ടിയേക്കുന്നത് പാലക്കാട് BJPക്ക് വേണ്ടിയിട്ട് മത്സരിച്ചിട്ടുള്ള ശ്രീധരന് കിട്ടിയേക്കുന്നത് 50,220 വോട്ടുകളാണ്. 35.34% ശ്രീധരന് അവിടെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്, BJPക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. CP പ്രമോദാണ് CPIMന് വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത്. 36,433 വോട്ടുകളാണ് CP പ്രമോദിന് കിട്ടിയിട്ടുള്ളത്. 25.64% CP പ്രമോദിന് കിട്ടിയിട്ടുണ്ട്. അടുത്തത് BSPക്ക് വേണ്ടി നിന്നിട്ടുള്ളത് ETK വത്സനാണ്. 359 വോട്ടുകളാണ് വത്സന് കിട്ടിയിട്ടുള്ളത്. 0.25%
BSPക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് അവിടെ. അടുത്തത് ജയപ്രകാശ് SFBക്ക് വേണ്ടിയിട്ട് 221 വോട്ടുകളാണ്. 223 വോട്ടുകൾ നേടി. അത് കഴിഞ്ഞിട്ട് 0.16% ശതമാനത്തിലേക്ക് അവർക്കും കടക്കാൻ സാധിച്ചു. അടുത്തത് V സച്ചിദാനന്ദൻ INDക്ക് വേണ്ടിയിട്ട് 159 വോട്ടുകളാണ് സച്ചിദാനന്ദൻ നേടിയിട്ടുള്ളത്. അതിൽ 0.11% INDയും നേടിയിട്ടുണ്ട്. അടുത്തത് K രാജേഷ് ABHMSന് വേണ്ടിയിട്ട് പാർട്ടിയുടെ പേരുകളാണ് ഇവിടെ ഞാൻ പറയുന്നത്. 105 വോട്ടുകളാണ് രാജേഷിന് കിട്ടിയിട്ടുള്ളത്. 0.07% നേടിയിട്ടുള്ളത്. മൊത്തത്തിൽ ടോട്ടൽ നോക്കുവാണെങ്കിൽ എത്ര വോട്ടുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,41,576 വോട്ടുകളിൽ നിന്ന് 99.63% അവിടെ പെർസെൻറ്റേജ് നോക്കുവാണെങ്കിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 21 ഏറ്റവും ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു വന്നിട്ടുള്ളത് ഷാഫി പറമ്പിലാണ്. 54,079 വോട്ടുകൾ 38.6%. അപ്പം എത്ര വോട്ടുകളാണ് ഷാഫി പറമ്പിലിന് അവിടെ ലീഡ് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് 3,859 വോട്ടുകളാണ്. നോക്കിക്കോണം. ഇനി നേരെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വരാം. അടുത്തത് 2024 രാഹുൽ മാങ്കൂട്ടം അവിടെ മത്സരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി അവിടെ നേടിയിട്ടുള്ള വോട്ടുകൾ അപ്പം മൊത്തത്തിൽ ടോട്ടൽ എത്ര പേര് മത്സരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 സ്ഥാനാർത്ഥികളാണ് പാലക്കാടിൽ മത്സരിക്കാനുള്ളത്. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷ റെക്കോർഡ് വോട്ട് നേടി വിജയിച്ചിട്ടുള്ള വ്യക്തിയാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടം. എത്ര വോട്ടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ 58,389 വോട്ടുകൾ. നോക്കണം, ഷാഫി പറമ്പിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും നോക്കണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ മൈലേജ് എവിടെ കിടക്കുന്നതെന്ന്, പുള്ളിയുടെ റെക്കോർഡ് എവിടെ കിടക്കുന്നത് നിങ്ങൾ നോക്കണം. ഷാഫി ഇവിടെ 99.68% വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള വോട്ടിംഗ് ശതമാനം ഉള്ള അടുത്ത് 42.53% രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു വ്യക്തി അവിടെ നേടിയെടുത്തത്. 42.53% വോട്ടുകളാണ് നേടിയെടുത്തിട്ടുള്ളത്. അതിൽ 58,389 വോട്ടുകൾ നേടി റെക്കോർഡ് വിജയത്തോടു കൂടിയാണ് പാലക്കാട് നിന്ന് വന്നത്. അവിടെ BJPക്ക് വേണ്ടി കൃഷ്ണകുമാർ ആണ് നിന്നിട്ടുള്ളത്. കൃഷ്ണകുമാർ നേടിയിട്ടുള്ളത് 39,549 വോട്ടുകൾ, 28.80% കൃഷ്ണകുമാർ അവിടെ നേടിയിട്ടുണ്ട്. അപ്പം രാഹുൽ മാങ്കൂട്ടമായിട്ട് കൃഷ്ണകുമാറുമായിട്ട് എത്ര വോട്ടിൻ്റെ വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾ നോക്കണം BJPയുമായിട്ട്. അടുത്തത് INDക്ക് വേണ്ടിയിട്ട് സരിനാണ് നിന്നിട്ടുള്ളത്. 37,293 വോട്ടുകളുമായിട്ട് സരിൻ 3-ാം സ്ഥാനത്ത് അവിടെ ഉണ്ട്. സരിന് 27.16% നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തതും INDക്ക് വേണ്ടി IND ആയിട്ട് രാജേഷ് ആലത്തൂർ 561 വോട്ടുകൾ 0.41% നേടിയിട്ടുണ്ട്. അടുത്തത് ഷമീർ, ബാക്കി ഇനി അങ്ങോട്ട് മൊത്തം IND ആണ്. അടുത്തത് ഷമീർ നേടിയിട്ടുള്ളത് 246 വോട്ടുകളാണ്, 0.18%. അടുത്തത് സിദ്ദീഖ്, എരുബാശ്ശേരി സിദ്ദീഖ് 241 വോട്ടുകളിൽ 0.18% സിദ്ദീഖ് നേടിയിട്ടുണ്ട്. അടുത്തത് രാഹുൽ, അതും 183 വോട്ടുകൾ നേടിയിട്ടുണ്ട്, 0.13%. അടുത്തത് രാഹുൽ മണലാഴി, അതും 157 വോട്ടുകൾ നേടി 0.11% നേടിയിട്ടുണ്ട്. അടുത്തത് സെൽവൻ 141 വോട്ടുകൾ നേടി 0.10% നേടിയിട്ടുണ്ട്. അടുത്തത് ശശികുമാർ 98 വോട്ടുകളാണ്, ഏറ്റവും കുറവ് പുള്ളിക്കാണ്, 98 വോട്ടുകളാണ് അവിടെ കിട്ടിയിട്ടുള്ളത്, 0.07%. അപ്പോൾ ടോട്ടൽ വോട്ടുകൾ നോക്കുവാണെങ്കിൽ 1,36,858 വോട്ടുകളിൽ 99.68% അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ രാഹുൽ മാങ്കൂട്ടം നേടിയ വോട്ടിൻ്റെ എണ്ണം, ലീഡ് ചെയ്തിട്ടുള്ള വോട്ടിൻ്റെ എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 18,840 വോട്ടുകൾ. നോക്കിക്കോണം, ഷാഫി പറമ്പിൽ വരെ വെറും 3000 സംതിങ്ങിൽ വോട്ടിൽ അവിടെ
ലീഡ് ചെയ്തപ്പോഴത്തേക്ക് രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി എത്ര വോട്ടുകൾ നേടിയിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിപ്പം പിഷാരടിയിലേക്ക് വരുമ്പോഴത്തേക്ക് എത്ര വോട്ടുകൾ ഇടിഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് UDF ഒരു തട്ടകം തന്നെയാണ്, UDF ഒരു മണ്ഡലം തന്നെയാണ്. ആ മണ്ഡലത്തിൽ ഈ വട്ടം പിഷാരടി നിന്ന വട്ടം UDF നിന്ന് രാഹുൽ എന്നൊരു വ്യക്തിയെ പുറത്താക്കിയതിന് ശേഷം പാലക്കാട് എത്ര വോട്ടിൻ്റെ ഇടിവ് സംഭവിച്ചു എന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഞാൻ പിഷാരടിക്ക് കിട്ടിയ വോട്ടിൻ്റെ കണക്ക് ഞാൻ വായിക്കാം. മറ്റുള്ളവർക്ക് കിട്ടിയ ഞാൻ തൽക്കാലത്തേക്ക് വായിക്കുന്നില്ല. അത് നമ്മളിപ്പം ജനങ്ങൾക്കെല്ലാം അറിയാവുന്നൊരു സംഭവം. ശോഭാ സുരേന്ദ്രൻ എത്ര കിട്ടിയിട്ടുണ്ട്, മറ്റ് ആളുകൾക്ക് എത്ര കിട്ടിയിട്ടുണ്ടെന്നല്ല എല്ലാം അറിയാം. അതുകൊണ്ട് ഞാൻ അത് വായിക്കുന്നില്ല. അപ്പോൾ പിഷാരടി എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 13,147 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. അപ്പോൾ നോക്കിക്കണം രാഹുൽ മാങ്കൂട്ടവും പിഷാരടിയും തമ്മിൽ എത്ര വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടെന്ന്, എത്ര വോട്ട് ഇടിവ് ഉണ്ടായെന്ന് നോക്കണം. അപ്പോൾ നോക്കണം രാഹുൽ എന്നൊരു വ്യക്തിയെ മാറ്റിയതിൻ്റെ പേരിൽ പാലക്കാടിലെ എത്ര ആളുകൾ രാഹുലിനെ കഴിഞ്ഞ വട്ടം രാഹുൽ മത്സരിക്കുന്ന സമയത്ത് രാഹുലിനെ പിന്തുണച്ച ആളുകൾ എത്ര ആളുകൾ ഈ വട്ടം രാഹുൽ ഇല്ലാത്തതുകൊണ്ട് വോട്ട് ഈ പറഞ്ഞിട്ടുള്ള പാർട്ടി മാറി കുത്തി അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന് വോട്ട് ചെയ്തു എന്ന് ഇതിൽ കൂടെ തന്നെ നമുക്ക് വ്യക്തമാവുന്നതാണ്. മൊത്തത്തിൽ 62,199 വോട്ടുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വോട്ടിംഗ് നില കൂടിയിട്ടുണ്ട്. പക്ഷേ UDF തട്ടകമായിട്ടുള്ള പാലക്കാട് UDF വിചാരിച്ചത്ര വോട്ട് ഈ വട്ടം നേടാൻ സാധിച്ചില്ല. അത് എന്തുകൊണ്ടാണെന്ന് പരിഹാരം കഴിക്കുന്ന ജനങ്ങൾക്കറിയാം. രാഹുലിന് സീറ്റ് കൊടുക്കാതെ പുള്ളിയെ പുറത്താക്കിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള രമേശ് പിഷാരടി അവിടെ പ്ലേസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഇനി ഞാനിവിടെ 1-2 ക്ലിപ്പുകൾ ഞാൻ വെച്ച് തരാം. കാരണം ഇപ്പോഴും ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ എന്നൊരു വ്യക്തിയെ പാലക്കാടിലെ ജനങ്ങൾ എന്തുമാത്രം കൈനീട്ടി സ്വീകരിക്കുന്നു എന്നതിനുള്ളൊരു തെളിവാണ്. കാരണം ഇപ്പോഴും പുള്ളി 5ാമത്തെ വീടിൻ്റെ സ്മൈൽ പദ്ധതിയുടെ ഭാഗമായിട്ട് 5ാമത്തെ വീടിൻ്റെ പണി കഴിഞ്ഞ് താക്കോൽ കൈമാറ്റ ദാനത്തിന് വേണ്ടിയിട്ട് പാലക്കാട് ചെന്നപ്പോഴത്തേക്ക് പാലക്കാടിലെ ജനങ്ങൾ പുള്ളിയെ എത്രമാത്രം കൈകൾ നീട്ടി സ്വീകരിക്കുന്നു എന്നതിനൊരു തെളിവാണ്. ഇലക്ഷൻ്റെ തൊട്ട് തലേന്നാണ് ആ വീട്ടിൻ്റെ താക്കോൽ ദാനം നടന്നിട്ടുള്ളത്. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട്ടുകാർക്ക് ജീവനാണ്. പുള്ളി ഇനിയും നിന്ന് കഴിഞ്ഞാൽ 18,000 അല്ല, അതിൻ്റെ ഡബിൾ വോട്ടിന് വിജയിക്കുമെന്നതിനുള്ളൊരു തെളിവാണ് ഞാനിപ്പം പറഞ്ഞിട്ടുള്ള വോട്ടിംഗ് പെർസെൻറ്റേജുകളും ഈ വോട്ടിംഗ് ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ, പാലക്കാട്ടിലെ വോട്ടിംഗ് ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ, UDF വിജയം പരിശോധിക്കുമ്പോൾ അതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, എന്നാലും ഞാൻ രാഹുലിനെ പാലക്കാട്ട് ജനങ്ങൾ ഇപ്പോഴും സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എൻ്റെ കുറച്ച് ക്ലിപ്പുകൾ ഞാൻ ഇവിടെ വെച്ചാൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിന്റെ വെളിച്ചെടുത്ത് പോയി വലിയ ഫോട്ടോ നമുക്ക് ഫോളത്തോടെ കൊണ്ട് വെക്കണം. ഫോട്ടോ അവിടെ എന്താ എന്ന് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ലൈഫിൽ ലിസ്റ്റിൽ പേരുണ്ട് പറഞ്ഞത് കെട്ടാൻ പറ്റാത്ത ഒരവസ്ഥയും കൂടി ആയപ്പെടാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ തന്നെ MLA ആയി ബന്ധപ്പെട്ട് MLA മുഖാന്തരം തന്നെ അത് നമുക്ക് മോനേട്ടൻ വളരെ താല്പര്യമെടുത്ത് സമയബന്ധിതമായി ഇവിടേക്ക് ഈ സാധനങ്ങൾ തന്നെ കടത്തേ പറഞ്ഞ വഴിയൊന്നുമില്ല. നമ്മളപ്പോൾ വരുമ്പോൾ തന്നെ എങ്ങനെ ഈ സാധനം ഇവിടെ കൊണ്ടുവന്ന് മെറ്റീരിയൽ കൊണ്ടുവന്ന് നമുക്ക് പണി കഴിക്കാൻ പറഞ്ഞ വിചാരിച്ച് വളരെ പ്രയാസപ്പെട്ടാണ്. വരും ബസ്സിലെവിടെ പോവാം? നാളത്തേക്ക് മാറി Jakarta berikan angin ഞങ്ങൾ ചാടി കടന്നു ഒരിക്കലും ഞങ്ങൾ മറക്കില്ല. നമ്മുടെ ജോലിയല്ലേ, അന്നാള് വേണ്ട
ഓക്കെ, കണ്ടല്ലോ പാലക്കാട്ടിലെ ജനങ്ങൾ ഇപ്പോഴും രാഹുലിന് കൊടുക്കുന്ന ആ ഒരു പിന്തുണ. അതുകൊണ്ട് പുള്ളി ആ ഒരു സ്നേഹം തിരിച്ചും കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും പാലക്കാട്ടിൻ്റെ MLA അല്ലെങ്കിൽ പോലും രാഹുൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്തെന്ന്, ഇനിയും ഞാൻ MLA ആണോ അല്ലയോ എന്നതല്ല, പാലക്കാട്ടിലെ ജനങ്ങൾ എനിക്ക് തന്ന സ്നേഹം അത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പോലെ വീടായിട്ട് തിരിച്ചു കൊടുക്കുന്നു. ഇനിയും ബാക്കിയുള്ള വീടിൻ്റെ പണികൾ നിലവിലുള്ള പാലക്കാട് MLA ആയിട്ടുള്ള നിലവിൽ ചാർജ് എടുത്തിട്ടുള്ള രമേശ് പിഷാരടിയുടെ കൂടെ നിന്ന് ചെയ്യുമെന്നാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞേക്കുന്നത്. ഇനി ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. അപ്പം പോസ്റ്റ് ഇവിടെ പങ്കുവച്ചേക്കുന്നത് മഹേഷ് മോഹൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. പുള്ളി എഴുതിയേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, UDF ഇത്രയും വലിയ വിജയത്തിൽ എത്തിയതിന് ഓരോ യൂത്ത് കോൺഗ്രസ്സുകാർ മേടിച്ച തല്ലിനും ആ യൂത്ത് കോൺഗ്രസ്സിനെ മുന്നിൽ നിന്നും നയിച്ച ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് കൂടി അർഹതപ്പെട്ടതാണ്. ശരിയല്ല, രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി യൂത്ത് കോൺഗ്രസ്സിൽ നിന്ന് മാറിയതിന് ശേഷം ആ യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം സത്യം പറഞ്ഞാൽ കാണാൻ പോലും ഇല്ലാതായിപ്പോയി അല്ലേ? രാഹുൽ എന്നൊരു വ്യക്തി ഉള്ള സമയത്ത് ആ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് എത്ര പവർഫുള്ളായിട്ടാണ് ആ ഒരു പ്രസ്ഥാനം കയറി വന്നുകൊണ്ടിരുന്നത് അല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന് കൂടി അർഹതപ്പെട്ടതാണ്. ഓരോ വിഷയങ്ങൾ ഏറ്റെടുത്ത് മുന്നിൽ നിന്ന് നയിച്ചത് അവനാണ്. എടോ വിജയ എന്ന് വിളിച്ചതിൻ്റെ പേരിൽ കൂടെ നടന്നവർ തന്നെ പിണറായി വിജയൻ്റെ അച്ചാരം മേടിച്ചിട്ടുണ്ടാകാം. നിന്നെ കുരിശിൽ കയറ്റിയവർ നാളെ നിൻ്റെ കാൽക്കൽ വരും. അഭിവാദ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടാണ് മഹേഷ് മോഹൻ ഇട്ടേക്കുന്നത്. അപ്പോൾ എന്തായാലും എന്നെപ്പോലെ ഒരുപാട് ആളുകൾ രാഹുൽ എന്നൊരു വ്യക്തിയുടെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം തെറ്റുപറ്റാത്തതായിട്ട് ആരുമില്ല. നമ്മൾ ഒരു മനുഷ്യരാകുമ്പോഴത്തേക്ക് തെറ്റുകളൊക്കെ സ്വാഭാവികമായിട്ട് വരും. പക്ഷേ ആ തെറ്റുകൾ തിരുത്തി അവരെ കൈപിടിച്ച് കയറ്റിക്കൊണ്ട് വരുന്നിടത്താണ് നമുക്കൊരു വിജയം അല്ലെ അവർക്കൊരു പുതിയൊരു വെളിച്ചം കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് അല്ലേ? അപ്പോൾ എന്തായാലും രാഹുലിനെ തിരിച്ച് കൊണ്ടുവരും എന്നാണ്, പ്രസ്ഥാനം തിരിച്ചെടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് തരാം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.